ഓക്കെ, അപ്പം നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് അഗെയിൻ നമ്മൾ 2025 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് IB ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എക്ലക്റ്റിക് തിയറി, FDIന്റെ എക്ലക്റ്റിക് തിയറി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇതിൽ ഏത് കണ്ടീഷൻസ് ആണ് പിന്നെ എക്ലക്റ്റിക് തിയറിയിൽ മെൻഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഓണർഷിപ്പ്, ലൊക്കേഷൻ, മാർക്കറ്റ് പവർ, ഇന്റർനാഷണലൈസേഷൻ ആൻഡ് വേർട്ടിക്കൽ ഇന്റഗ്രേഷൻ. 5 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യോ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, 1 ആൻഡ് A ആൻഡ് B ആണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, then let's discuss. ആക്ച്വലി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓണർഷിപ്പ്, ലൊക്കേഷൻ ആൻഡ് ഇന്റർനാഷണലൈസേഷൻ. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. എക്ലക്റ്റിക് തിയറി എന്ന് പറയുന്ന സമയത്ത് ഇത് പ്രപ്പോസ് ചെയ്തത് ജോൺ എച്ച് ഡണ്ണിങ് ആണ്. ഓക്കെ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. അപ്പം എക്ലക്റ്റിക് പാരാഡിഗം എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിനെ OLI ഫ്രെയിംവർക്ക് എന്നും പറയുന്നുണ്ട്. സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, OLI ഫ്രെയിംവർക്ക്. ഓക്കെ, ഇതിൽ ഈ എക്ലക്റ്റിക് തിയറി കൊണ്ട് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലൈസൻസിങ് ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ഒന്നും ചെയ്യാതെ എന്തുകൊണ്ട് ഒരു കമ്പനി ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു FDI എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് എക്ലക്റ്റിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു തിയറി ബേസ് ചെയ്തിരിക്കുന്നത് 3 കോമ്പണൻസ് വെച്ചിട്ടാണ്: ഓണർഷിപ്പ് അഡ്വാൻറ്റേജസ്, ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഇന്റർനാഷണലൈസേഷൻ അഡ്വാൻറ്റേജസ്. അപ്പം ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം മറ്റൊരു രാജ്യത്ത് പോയിട്ട് FDI ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു യൂണിറ്റ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോസ്റ്റുകൾ വരൂലേ. നമുക്ക് അവിടെ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ളെങ്കിൽ അതിൻ്റെ ഒരു ഫെസിലിറ്റിൻ്റെ ഒരു കോസ്റ്റ്, ഇപ്പം അവിടെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ വരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് കമ്പനികളൊക്കെ FDI ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അതാണ് ഈ ഒരു തിയറിനെ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓണർഷിപ്പ് അഡ്വാൻറ്റേജിനെ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് അതായത് ഇപ്പം ഒരു കമ്പനിക്ക് ഫോറിൻ മാർക്കറ്റിൽ അവിടെ ഉള്ള അല്ലെങ്കിൽ ഫോറിൻ എന്താ പറയുക കൺട്രിയിലുള്ള ലോക്കൽ ഫേമിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഒരു ഓണർഷിപ്പ് പിന്നെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ലൈക്ക് ഓരോ കോമ്പണന്റ് ആയിട്ട് പറയുന്ന സമയത്ത് ടെക്നോളജി അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മളുടെ കമ്പനിക്ക് ഭയങ്കര ടെക്നോളജി ബേസ്ഡ് ആയിട്ട് നല്ല എന്താ പറയുക
അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ലൈക്ക് ഇന്റൽ ഇൻസൈഡിൻ്റെ ഒക്കെ ഒരു ചിപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ടെക്നോളജിയിൽ ഭയങ്കര അഡ്വാൻസ് അല്ലെങ്കിൽ ഭയങ്കര പിന്നെന്താ പറയുക സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുള്ള ഒരു ഫാക്ടറാണ്. അപ്പം അവിടെ നമുക്ക് എന്താണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് നമുക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ ബ്രാൻഡ് ഇമേജ് ഓർ റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പം ഇപ്പം എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്ന് പറയാൻ ലൈക്ക് നമുക്കിപ്പം ലൈക്ക് നൈക്കി അതുപോലെ തന്നെ കൊക്കക്കോള ഇത് മറ്റൊരു രാജ്യത്ത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എന്താണ് അവരുടെ ബ്രാൻഡ് ഇമേജിലെ എവിടെ കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി വിറ്റാലും അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അത്തരത്തിലുള്ളൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടല്ലേ. സോ അതാണ് ബ്രാൻഡ് ഇമേജ് ഓർ റെപ്യൂട്ടേഷനിൽ പറയുന്നത്. അത്തരം നമ്മളുടെ കമ്പനിക്കും അത്തരം ഒരു ഇമേജ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്കും അവിടെ ഒരു ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് മാനേജീരിയൽ ഓർ ഓർഗനൈസേഷണൽ സ്കിൽ. അതായത് നമ്മൾക്ക് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണെന്ന് പറയുക കുറച്ച് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം വേസ്റ്റേജ് ഒക്കെ കുറച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടൊയോട്ടൻ്റെ ലീൻ മാനുഫാക്ചറിങ് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്കില്ല് അല്ലെങ്കിൽ മാനേജറിയൽ സ്കില്ല് ഉണ്ടെങ്കിൽ അവിടെയും എഗെയിൻ നമുക്ക് എന്താണ് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള. പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്കിപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് നല്ല കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ നല്ലതുപോലെ അഡ്വർടൈസ്മെൻറ്റ് നമ്മളുടെ കയ്യിൽ നല്ലോണം ഫണ്ട് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അവിടെ ഒരു ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ എഗെയിൻ നമുക്കിപ്പം ആപ്പിളിൻ്റെ ഈ ഒരു രണ്ട് കാര്യത്തിൽ നമുക്ക് ആപ്പിളിൻ്റെ കേസ് പറയാൻ പറ്റും. ഇന്നോവേഷൻ്റെ കാര്യത്തിലും ഈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിന് ഇപ്പം നമുക്ക് ആമസോൺ പറയാൻ പറ്റും. അപ്പം ഇവർക്കൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവർക്കൊരു ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ടൊയോട്ട ഇന്ത്യയിൽ വന്ന് എന്തുകൊണ്ട് പ്ലാന്റ് ഇട്ടു, അവർക്ക് അവരുടേതായ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ട്. ടെക്നോളജി വൈസ്ഡ് അവർക്ക് പിന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവരുടെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് ഓണർഷിപ്പ് അഡ്വാൻറ്റേജുകൾ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ എന്താ ഫോറിൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മളൊരു ഫോറിൻ മാർക്കറ്റിൽ നമ്മളൊരു പ്ലാന്റ് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ബിസിനസ് ചെയ്യുന്നു, തിരിച്ച് നമുക്കൊന്നും കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എന്താ പറയുക നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ? അല്ലെങ്കിൽ നമ്മൾ കുറേ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ല അവിടെ ഇട്ടത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്താണ് നമുക്കും തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടണം. അപ്പം എന്താണ് നമ്മൾ അതും കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യുക FDI ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ലോ കോസ്റ്റിൽ നമുക്ക് ലേബർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ വിയറ്റ്നാം പോലത്തെ രാജ്യങ്ങളിൽ എന്താണ് ഇത്തരത്തിലുള്ള കമ്പനീസ് ആയിരിക്കും. ഇപ്പൊ ടൊയോട്ടയൊക്കെ വന്ന് ഇന്ത്യയിൽ പിന്നെ പ്ലാന്റ് ഇടാനുള്ള കാരണം എന്താണ് ഇവിടുത്തെ ലേബർ കോസ്റ്റ് വളരെ കുറവാണില്ലേ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക നമുക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് എന്താണ് ഒരുപാടുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയിട്ട് നമ്മളുടെ പ്ലാന്റ് ഇടും എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ എന്താണ് അവിടെ സ്പെസിഫിക് ആ ഒരു രാജ്യത്തിന് ഉള്ള ആ ഒരു ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഓരോന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് മാർക്കറ്റിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഇൻസെൻറ്റീവ് ടാക്സ് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ എന്താണ് ഇപ്പം പല രാജ്യങ്ങളിലും എന്താണ് ഇപ്പം ഗവൺമെന്റിന്റെ പിന്നെ റെഗുലേഷൻസ് ഒക്കെ വളരെ കുറവുള്ള രാജ്യങ്ങളുണ്ടാവും, ഒരുപാട് പേപ്പർ വർക്ക്സ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ടാക്സ് ഒക്കെ ഭയങ്കര കുറവുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ അഗെയിൻ ടെക്നോളജി അഡ്വാൻറ്റേജസ് നമുക്ക് എല്ലാത്തിലും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം ദുബായ് സിംഗപ്പൂർ ഒക്കെ എന്താണ് അവിടെ പിന്നെ പോർട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ടുകളുണ്ട്. എവിടുന്നും പിന്നെ കപ്പലുകളും പിന്നെ ചരക്കുകളൊക്കെ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ പല രീതിയിൽ സിംഗപ്പൂരിലും ദുബായിലും അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബേസിസിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ
നമ്മളുടെ ബിസിനസ് എവിടെ വേണോ എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അതാണ് ലൊക്കേഷൻ അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ ആ ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ നേടിയെടുക്കാൻ നോക്കുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇതിൽ മൊത്തത്തിലുള്ള എക്ലക്റ്റിക് തിയറിനെ പറയുന്നതാണ് ഇന്റർനാഷണൽ അഡ്വാൻറ്റേജ്. അതായത് എന്തുകൊണ്ട് ഒരു കമ്പനി ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രാഞ്ചൈസിങ് തുടങ്ങാതെ അല്ലെങ്കിൽ ഒരു ലൈസൻസിങ് തുടങ്ങാതെ എന്തുകൊണ്ട് ഇവർ പിന്നെ FDI ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ അഡ്വാൻറ്റേജിനെ കൊണ്ട് പറയുന്നത്. പിന്നെന്താണ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ടെക്നോളജി ആരും എന്താ പറയുക കൺട്രോൾ ഏറ്റെടുക്കാതെ എല്ലാത്തിലും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മാർക്കറ്റിൽ എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോയെന്ന് അതിൻ്റെ ബേസിസിലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പം ഫ്രാഞ്ചൈസിങ് കൊടുക്കുക, ലൈസൻസിങ് കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ട്സ്, നമ്മളുടെ പ്രൊസീജിയേഴ്സ്, നമ്മളുടെ പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ പല പിന്നെ കമ്പനീസുകൾ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, പിന്നെ അങ്ങനെ എന്താ പറയുക വലിയ വലിയ കമ്പനീസ് ഒന്നും എന്താണ് ലൈസൻസിങ്ങിനോട് എന്താണ് ചെയ്യാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ അതാണ്. കാരണം ഇത് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ലൈക്ക് ആപ്പിളിൻ്റെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആപ്പിളിൻ്റെ എന്താണ് എയർപോഡ്, ഓക്കെ എയർപോഡാന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി എന്നോട് ഇയറും കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. അപ്പം അതെന്താണ് ഒരു കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള കമ്പനീസൊക്കെ എന്ത് ചെയ്തത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അവിടെ ആ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഇപ്പം നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷൻ കോസ്റ്റ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളത് എന്താണ് ഇന്റർനാഷണലൈസേഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഉദ്ദേശമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡ് ഇമേജ് ഇപ്പം നമ്മൾ ലൈസൻസിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവർ അത്തരത്തിൽ നമ്മൾ പിന്നെന്താ പറയുക സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് ഇമേജ് ആണല്ലേ അവിടെ പോകുന്നത്. അപ്പം അതൊന്നും പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് ഇമേജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ഇന്റർനാഷണലൈസേഷന് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ക്ലിക്ക് ആവാനുള്ള. അതായത് നമുക്ക് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ തന്നെ നമ്മൾ നിലനിൽക്കുന്നുള്ളതാണ്. ഓക്കെ, ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്താണ് നമുക്ക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അഥവാ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എക്സ്പോർട്ടിലേക്കാണ് പോവുക. ഓക്കെ, എഗെയിൻ നമുക്ക് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഉണ്ട്, ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ പോകുന്നത് എന്താണ് നമ്മൾ നോക്കുന്നുണ്ടാവും ഒരു ഇന്റർനാഷണലൈസേഷൻ എന്താണ് അവിടെ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നോക്കുന്ന സമയത്ത് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ലൈസൻസിങ്ങിലോട്ട് പോകും, ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ FDI. ഇതാണ് ഈ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പം ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താലാണ് FDIക്ക് എഫിഷ്യൻ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് FDIൻ്റെ കുറച്ച് തിയറീസും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ നെക്സ്റ്റ് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ് തിയറി ആണ്. ഇത് പ്രപ്പോസ് ചെയ്തത് സ്റ്റെഫൻ ഹൈമർ ആണ്. അദ്ദേഹത്തിൻ്റെ PhD തെസീസിൽ 1960s അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മോണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നതും ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നതും സെയിം ആണ്. അതായത് ആ ഒരു ഫേമിന് എന്തെങ്കിലും ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ മാർക്കറ്റിൽ പിന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ. ഇത് സെയിം ഓണർഷിപ്പ് അഡ്വാൻറ്റേജിനെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പോയിന്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെഫൻ ഹൈമർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ എന്താണ് ഒരു ഫേമിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ആണ്. റെയ്മണ്ട് വെർണൂൺ 1966 ഈ നെയിമുകളൊക്കെ ഓർത്ത് വെക്കുക, കാരണം മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട്
ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ. സോ ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓരോ പ്രൊഡക്റ്റിനും 4 സ്റ്റേജസ് ഉണ്ടാവും: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡീക്ലൈൻ. ഇതിന്റെ ബേസിസിലായിരിക്കും എന്ത് നമ്മൾ FDIന്റെ ഡിസിഷൻസ് ഒക്കെ ഉള്ളത് എന്നുള്ള. ഇപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് ഡൊമസ്റ്റിക് ആയിരിക്കും. ഒരു TV ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കളർ TV പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് കരുതാം. അപ്പം പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതാം. പിന്നെ അതെന്ത് ചെയ്യാണ്, പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് എക്സ്പോർട്ട് ചെയ്യൂലേ, അല്ലെങ്കിൽ ലൈസൻസിങ്, എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ തേർഡ് സ്റ്റേജിൽ, മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പുതിയൊരു FDI അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഡീക്ലൈൻ സ്റ്റേജ് ആയിരിക്കും. അതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ബ്രഷപ്പ് എന്നുള്ള ലെവൽക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ മാക്ഡഗലിന്റെ കെം ഹൈപ്പോത്തസിസ് തിയറി. സോ 1958 മാക്ഡഗലും അതുപോലെ തന്നെ MC കെംപ് 1964 ഇത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് ക്യാപിറ്റൽ പിന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പറഞ്ഞാൽ അധികം ക്യാപിറ്റൽ ഇല്ലാതെ അല്ലെങ്കിൽ ലാബർ റിച്ച് കൺട്രിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്താണ്, നമ്മളിപ്പം ക്യാപിറ്റൽ കുറവുള്ള ഒരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ രാജ്യത്ത്, അതായത് നമ്മൾ പിന്നെ ലൈക്ക് നമ്മളിപ്പം എവിടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ നമുക്ക് ഹോസ്റ്റ് കൺട്രി എന്ന് പറയാൻ പറ്റൂലേ. അപ്പം ഈ ഹോസ്റ്റ് കൺട്രിയിൽ എന്താണ് ഈ ഒരു FDI വരുന്ന, അല്ലെങ്കിൽ പുതിയൊരു കമ്പനി, ഒരു പ്ലാന്റ് വരുന്ന സമയത്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് എന്താണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് ഉള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിട്ടേൺ ആയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഈക്വൽ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഹോസ്റ്റ് കൺട്രീസിലുള്ള ആളുകൾക്ക് ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റീസും ജോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ. അതിന് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ഹോം കൺട്രീസിന് എന്താണ് പിന്നെ റിട്ടേൺ ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ഒരു മാച്ചിങ് കോൺസെപ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇന്റർനാഷണലൈസേഷൻ തിയറി ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇന്റർനാഷണലൈസേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എഗെയിൻ ഞാൻ പറയേണ്ട ജസ്റ്റ് പോയിന്റ് ആയിട്ട് ആ ഒരു തിയറി കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഗെയിൻ IB വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ട്രൈ ചെയ്യാട്ടോ. ഇത് ചോദിച്ചിട്ടുള്ളത്, ദ ലിയോൺഡിഫ് പാരഡോക്സ് ഈസ് ഇൻ കോൺട്രാഡിക്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറി. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള ഏത് തിയറിന്റെ കോൺട്രാഡിക്ഷൻ ആണ് ലിയോൺഡിഫ് പാരഡോക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആരോ അൺമ്യൂട്ട് ആയിണ്ടല്ലോ. ഓക്കെ, ആൻസർ ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി ആണ്. ലിയോൺഡിഫ് പാരഡോക്സിന്റെ കോൺട്രാഡിക്ഷൻ തിയറി എന്ന് പറയുന്നത് ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി ആണ്. ഓക്കെ, നമുക്ക് തിയറീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തിയറി ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് റിക്കാർഡോ, 1817. ഇയേഴ്സ് ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ നെയിംസ് ഓർത്ത് വെക്കുക. ഓക്കെ, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് റിക്കാർഡോ 1817 സോ ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
2 രാജ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 2 പ്രൊഡക്ട്സും ഉണ്ടാവും. ഇതാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് നടക്കുന്നത്. ഓക്കെ. ഈ 2 രാജ്യത്തില് അതായത് 2 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. കോട്ടൺ ആൻഡ് വൈന് 2 രാജ്യങ്ങൾ പറയാണ്. പോർച്ചുഗൽ ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ. ഈ 2 രാജ്യത്തിലും ആഹ്, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പറയാം. അതാവുമ്പളാണ് ഈ കമ്പാരിറ്റീവിലേക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുക. സോ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആഡം സ്മിത്ത് ആണ് 1776. സോ ഇതില് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതിലും എഗെയിൻ 2 രാജ്യങ്ങളും 2 ഗുഡ്സും ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. സോ ഇതില് ഈ 2 രാജ്യത്തില് ആർക്കാണോ എഫിഷ്യന്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, മോർ എഫിഷ്യന്റ് ആയിട്ട്, അതായത് കോസ്റ്റ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് എത്രത്തോളം പിന്നെ കോസ്റ്റ് ഒക്കെ കുറക്കാൻ പറ്റുന്ന അത്രയും കുറച്ചിട്ട് വളരെ പിന്നെ എഫിഷ്യന്റ് ആയിട്ട് ഏത് പ്രൊഡക്റ്റ് ആണ്, ഇപ്പം എഗെയിൻ ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ എടുക്കുകയാണ്, വൈൻ ആൻഡ് ക്ലോത്ത് എടുക്കുകയാണ്. ഓക്കെ. സോ ഇംഗ്ലണ്ടിന് എന്താണ് ക്ലോത്ത് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പോർച്ചുഗലിന് എന്താണ് വൈനാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇംഗ്ലണ്ട് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ പോർച്ചുഗൽ വൈൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പിന്നെ എക്സ്ചേഞ്ച് ചെയ്യണം. ലൈക്ക് എക്സ്ചേഞ്ച് ഇൻ ദ സെൻസ് പോർച്ചുഗൽ എന്ത് ചെയ്യണം? ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ ഇംഗ്ലണ്ട് എന്ത് ചെയ്യണം? വൈൻ ഇമ്പോർട്ട് ചെയ്യണം. സോ ആരാണോ ഏത് പ്രൊഡക്റ്റ് ആണോ അവർക്ക് മോർ എഫിഷ്യന്റ് ആയിട്ട്, അതായത് കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെക്കാട്ടിലും പിന്നെ കുറഞ്ഞ ചെലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അവർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മറ്റേ പ്രൊഡക്റ്റ് സെക്കൻഡ് രാജ്യത്ത് നിന്ന് പോർച്ചുഗലിൽ നിന്ന് എന്ത് ചെയ്യണം? ഇവര് പിന്നെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു തിയറിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 പ്രൊഡക്റ്റ് ആൻഡ് 2 കൺട്രി ലേബർ കോസ്റ്റ് ആയിട്ട് വരുന്നത് ലേബർ കോസ്റ്റ് മാത്രമാവണം. അങ്ങനെ അസംഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഒരു മിനിറ്റ്. സോ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് അഗെയിൻ 2 രാജ്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ 2 പ്രൊഡക്ട്സ് ആണുള്ളത്. ഇതിന്റെ കേസിൽ പറയുന്ന സമയത്ത് പോർച്ചുഗൽ ആണ് എന്താണ് 2 പ്രൊഡക്റ്റും, ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും വൈൻ ആണെന്നുണ്ടെങ്കിലും 2 പ്രൊഡക്റ്റ് എന്താണ് പോർച്ചുഗലിനാണ് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ട്രേഡ് നടക്കുക എന്നുള്ളത് എന്താണ് ആവശ്യമാണല്ലോ. ട്രേഡ് നടക്കുക എന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? പോർച്ചുഗൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുക. അതായത് ഏതിനാണോ ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതാണ് രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഇപ്പൊ പോർച്ചുഗലിന് വൈനാണ് ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോർച്ചുഗൽ എന്ത് ചെയ്യണം? വൈന് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഇംഗ്ലണ്ട് എന്ത് ചെയ്യണം? ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ അത് പിന്നെ പരസ്പരം പിന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ. ഈ ഒരു തിയറി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസിൽ ഒരു രാജ്യത്തിനായിരിക്കും 2 പ്രൊഡക്റ്റും എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്താണ് ഇവർക്കൊരു മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ ഏത് പ്രൊഡക്റ്റിനാണോ മോർ എഫിഷ്യൻ്റ് ആവുന്നത് അത് ഒരു പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലാത്തതൊക്കെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ കൊണ്ടുവരുന്നതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും മനസ്സിലായോ? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത് മനസ്സിലായോ? ഒന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ. ഇനി ഈവൻ ഞാനിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഞാൻ ആക്ച്വലി ആ ഒരു ഫ്ലോയിൽ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടർ എൻഡോവ്മെന്റ് തിയറി ആണ്. സോ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹെക്ടർ ഒഹ്ലിൻ ആണ്. എലി ഹെക്ടറും അതുപോലെ തന്നെ ബേർട്ടിൻ ഒഹ്ലിനും ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയാ ലാബർ പിന്നെന്താ പറയാ നമുക്ക് ഒരുപാട് നമ്മൾ എന്താ പറയാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാബർ, ലാൻഡ്, ക്യാപിറ്റൽ. അപ്പം
ഈ ഒരു ഏത് കൺട്രീസിലാണോ ഏത് പിന്നെ ഫാക്ടേഴ്സ് ആണോ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളത് അവരെന്ത് ചെയ്യണം, അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. അത് സ്കാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഈ ഒരു പിന്നെ ഫാക്ടേഴ്സ് കാസ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, അവർ ഇമ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പം എല്ലാ രാജ്യത്തിനും ഇപ്പം ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവും. അതിൽ ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, അവർ ഇമ്പോർട്ട് ചെയ്യണം. അതാണ് ഈ ഒരു ഫാക്ടർ എൻഡോവ്മെന്റ്. നമ്മളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അതിൽ എന്താണ് ഈ ഒരു പിന്നെ ഫാക്ടേഴ്സ് ഏതാണോ നമ്മളുടെ കയ്യിൽ അബാൻഡന്റ് ആയിട്ടുള്ളത് അതിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പം USA ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിച്ച് കൺട്രി ആണ്. അപ്പം അവർ മെഷീനറി പോലത്തെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അങ്ങനെ ക്യാപിറ്റൽ പിന്നെ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ആണ് അവരെന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇന്ത്യ പോലത്തെ അല്ലെങ്കിൽ വിയറ്റ്നാം പോലത്തെ ഉള്ള രാജ്യങ്ങൾ എന്താണ്, ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ലെതർ ഗാർമെന്റ്സ് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതിന് കോൺട്രാഡിക്ടറി ആയിട്ട് വന്നതാണ്. സോ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ അസംഷൻസ് ഒന്ന് പറയാം, ലൈക്ക് ഫാക്ടർ എൻഡോമെന്റ് തിയറിയുടെ. സോ ഇതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ, 2 countries, 2 goods and 2 factors. 2x2x2 മോഡലാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു രാജ്യങ്ങൾ തമ്മിൽ എന്താണ് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൊബൈലാണ്, അതായത് മൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്താണ് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇമ്മൊബൈൽ ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിറ്റിക്കൽ ആവണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാൻ പാടില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു ഫ്രീ ട്രേഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ ലിയോൺഡീഫ് പാരഡോക്സ് എന്ന് പറയുന്നത് വാസ്ലി ലിയോൺഡീഫ് എന്താണ് ഒരു റിസർച്ച് നടത്തിയ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി വേൾഡ് വാർ സെക്കൻഡിന് ശേഷം എന്താണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ് ആണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് എന്താണ് അദ്ദേഹം ഈ ഒരു പിന്നെ ഹെക്ടർ ഒഹ്ലിൻ തിയറിനെ കോൺട്രാഡിക്റ്റ് ചെയ്ത് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലിയോൺഡീഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിയോ മെർക്കൻഡിലിസം തിയറി ആണ്. ഇത് ഒരു മെർക്കൻഡിലിസം എന്ന് പറഞ്ഞ മെർക്കൻഡിലിസം തിയറി എല്ലാവർക്കും അറിയാൻ വിചാരിക്കാണ്. ഈവൻ തോ ലൈക്ക് മെർക്കൻഡിലിസം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ എത്രത്തോളം നമുക്ക് ഗോൾഡ് ആൻഡ് സിൽവർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രീതിയിലായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് കൂട്ടുക എന്നുള്ളത് തന്നെ ആയിരിക്കും നോക്കുക. കൂടുതൽ നമ്മളുടെ എന്താ പറയുക ഖജനാവിൽ എത്രത്തോളം ഗോൾഡ് ഉണ്ട്, അപ്പം അത്രയും സമ്പന്നനാണ് എന്നുള്ളത് പറയുമല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു മെർക്കൻഡിലിസം തിയറി പറഞ്ഞിട്ടുള്ളത്. നിയോ മെർക്കൻഡിലിസം തിയറി എന്ന് പറയുന്ന സമയത്ത് ഇതിനെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ടുള്ളൊരു വേർഷൻ ആണ്. അതായത് ഗവൺമെന്റിന്റെ എന്താ പറയുക ഇന്റർവെൻഷൻസ് ഒക്കെ, അതായത് ഈ ഒരു ബാലൻസ് ഓഫ് ട്രേഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പറഞ്ഞതുപോലെ ഈ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ ഒരു പിന്നെ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെന്റ് പോളിസീസ്, അതായത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ലൈക്ക് ഒരുപാട് നമ്മൾ പിന്നെ കുറച്ച് എക്സ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിന് കേടാണല്ലേ. സോ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എപ്പോഴും നമ്മളെ രാജ്യം സർപ്ലസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സർപ്ലസ് ആവാന്ന് നോക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ എക്സ്പോർട്ട് കൂട്ടിയിട്ട് ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് എന്താ പറയുക കുറച്ച് പിന്നെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ പിന്നെ താരിഫ്സ് കൊണ്ടുവരുന്നു, കോട്ടാസ് കൊണ്ടുവരുന്നു. ഇത്ര ലിമിറ്റ് വന്നാൽ ഇത്ര എക്സ്ട്രാ പേ ചെയ്യണം, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രാജ്യത്തേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള താരിഫ്സും കോട്ടാസും അതുപോലെ തന്നെ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരുപാട് പിന്നെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതിന്റെ എന്താ പറയുക, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൽ നല്ലതുപോലെ ജോബ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മാക്സിമം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് താരിഫ്സും പിന്നെ കോട്ടാസും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, ടാക്സ് റേറ്റിലൊക്കെ വരുന്ന സമയത്ത് പലരും എന്താ പറയുക, ആ ഒരു നമ്മളുടെ രാജ്യത്തിലേക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു മടിക്കും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. സോ എഗെയിൻ നമുക്ക് HRM എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഈസ് നോട്ട് എ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ? ഡിസ്ക്രിമിനേഷന്റെ ഫോം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആൻസർ ചെയ്യട്ടോ. ഓക്കെ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഡി ആൻസർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ഗ്രൂപ്പ് കസീവ്നെസ്. ഓക്കെ, സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ അതായത് എന്താ പറയുക, നമ്മളൊരു വർക്കിൽ ഒരു അൺസേഫ് ആയിട്ട് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഒരാളെടുത്ത് ഒരു സെക്ഷൽ നാച്ചർ വെച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനാണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയാം. അത് വെർബൽ ആവാം, നോ വെർബൽ ആവാം, ആൻഡ് ഫിസിക്കൽ ആവാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പിന്നെ സെക്ഷൽ കോമൻറ്റ്സ്, ജോക്സ് ഒക്കെ പറയുന്നത് എന്താണ്, സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അയക്കുക എന്നുള്ളത്. പിന്നെ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇന്റൻഷനലി ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ജെൻഡർ, റേസ്, റിലീജിയൻ അല്ലെങ്കിൽ ഏജിന്റെ ബേസിൽ, ഡിസബിലിറ്റിന്റെ ബേസിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അവരെ പിന്നെ മാറ്റി നിർത്തുന്നതിനാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചില മീറ്റിംഗ്സിലൊക്കെ ചില എംപ്ലോയീസിനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു എക്സ്ക്ലൂഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി തന്നെയാണ്. എഗെയിൻ ഇന്റിമിഡേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇപ്പം ലൈക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന, ഇപ്പം സ്കൂളുകളിലും പിന്നെ ഈവൻ ഓഫീസുകളിലൊക്കെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഒരാളെ മുകളിൽ എന്താ പറയുക, എന്താ ഒരു കൺട്രോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ എന്താ പേടിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ച് നിർത്തുക, അവരെ ഭീഷണിപ്പെടുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത്, പിന്നെ ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഓഫീസിലുള്ള ആള് നമ്മളുടെ ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലൈക്ക് ആളുടെ പവർ വെച്ചിട്ട് എന്താണ്, പിന്നെ നീ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ എൻ്റെ പവറിൽ ഇങ്ങനെ ആക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രഷർ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പവർ വെച്ചിട്ട് നമ്മൾ മറ്റൊരാളെ അടിച്ചമർത്താൻ നോക്കുന്ന കാര്യങ്ങളാണ് ഇന്റിമിഡേഷൻ. നമ്മൾ റാഗിങ് ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. അതുപോലെ തന്നെ കോവർക്കറിനെ ബുള്ളിങ് ചെയ്യാന്നുള്ളത് റിലീജിയന്റെ ബേസിസിലോ എന്തിലും നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാത്തതാണ് അല്ലേ. നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ എല്ലാ വർക്ക്സും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് ആസ് എ മെൻറ്റർ എന്നുള്ള നിലക്കും മൈഫറിൻ്റെ പാർട്ടായതിൻ്റെ നിലക്കും പറയാണ്. ഇപ്പം 2-3 ദിവസമായിട്ട് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലിയർ സ്പോട്ടിൽ ഒരുപാട് മെൻറ്റേഴ്സ്
ലീവായത് കാരണം ഇന്ന് ഇൻക്ലൂഡിങ് മീ പിന്നെ ലീവായത് കാരണം കുറച്ച് ആൻസർ തരാൻ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ മെൻറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നമ്മളുടെ ഹെഡായിട്ടുള്ള ആര്യ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പം എല്ലാ മെൻറ്റേഴ്സും അതർ മെൻറ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഐ മീൻ എല്ലാ കാര്യങ്ങളും പിന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതും ആ ഒരു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നൈസ് തിങ്, റൈറ്റ്? അതാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എന്നാലും ജസ്റ്റ് ആസ് എ നെക്സ്റ്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ജനറിക് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് സജസ്റ്റഡ് ബൈ പോർട്ടർ? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റിസ്ക് ഓഫ് HR, റിസ്ക് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ്, റിസ്ക് ഓഫ് സ്ട്രാറ്റജിക് റോളപ്പ്, റിസ്ക് ഓഫ് ഡിഫറൻസിയേഷൻ, റിസ്ക് ഓഫ് ഫോക്കസ്. ഓ, ഇത് ആൻസറും വന്നില്ലേ? ഓക്കെ, എത്ര പേർക്ക് അറിയായിരുന്നു? ബൈ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ ഓക്കെ, യെസ്. ഒബ്വിയസ്ലി ഇപ്പം ആക്ടിവിറ്റി ഗ്രൂപ്പിൽ സജ്ജനൊക്കെ ഇട്ടതുകൊണ്ട് അറിയായിരിക്കും. ഓക്കെ, സോ ജനറിക് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് എന്താണ് റിസ്ക് ഓഫ് ഏതൊക്കെ വരുന്നത്? കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻസിയേഷനും ആൻഡ് ഫോക്കസ് എന്നുള്ളതും. ഒരു മിനിറ്റ്. ഓക്കെ, ഇതില് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. 1 സെക്കൻഡ്. സോറി കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ലതുപോലെ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താലാണ് എന്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രൈസ് കുറച്ചിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയുള്ളൂ. എങ്ങനെ ഈ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് എത്തിക്കാൻ കഴിയുന്ന അല്ല കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിലെ എക്കണോമീസ് ഓഫ് സ്കെയിൽ ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്കണോമീസ് ഓഫ് സ്കെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് കോസ്റ്റ് റിഡക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓട്ടോമേറ്റഡ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എഗെയിൻ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിലവിലുള്ള കാര്യങ്ങൾക്കുള്ള കോസ്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഉള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? വാൾമാർട്ടിനെ പറയാൻ പറ്റും, ബിഗ് ബസാറിനെ പറയാൻ പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുന്ന ബ്രാൻഡ്സിന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് റിസ്ക് ഓഫ് ഡിഫറൻസിയേഷൻ. മറ്റുള്ള ബ്രാൻഡ്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം യുണീക്ക് ആവാൻ പറ്റുന്നു എന്നുള്ളതാണ് റിസ്ക് ഓഫ് ഡിഫറൻസിയേഷനിൽ കൂടി പറയുന്നത്. എഗെയിൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആപ്പിളിനെ പറയാൻ പറ്റും. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈന്, സ്ലീക്ക് ഡിസൈന്, അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, അവരുടെ സപ്ലൈ ചെയിന്, അവരുടെ ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഇൻ്റഗ്രേഷൻ എക്കോസിസ്റ്റം അല്ലേ? ആപ്പിളിൻ്റെ ഐവാച്ചും ഐഫോണും അതുപോലെ തന്നെ മാക്കും കണക്ട് ചെയ്യാൻ എത്രത്തോളം അവരുടെ ഇൻ്റഗ്രേഷൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ആർക്കും പിന്നെ ഇത്രത്തോളം എന്താ പറയുക, ഈ ഒരു യുണീക്നെസ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം എത്ര റേറ്റ് ആയിട്ടും എത്ര ആളുകളിലെ ഐഫോണിന് വേണ്ടിയിട്ട് അടിയും പിടിയും കൂടിയിട്ട് ഇപ്പം ഈവൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നുണ്ടായിരുന്നു 17 വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെ കിട്ടാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ. സോ അതെന്തുകൊണ്ട് ഇത്രയും റേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടും ഇത്രയും പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും പിന്നെ സെയിൽ ഉണ്ടാക്കാൻ പറ്റുന്നു? അത് അവരുടെ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളൊരു സ്പെസിഫിക് സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു നീഷ് സെഗ്മെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്,
അതിലൂടെ നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ ഈ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പം പ്രീമിയം ബ്രാൻഡ്സ് റോൾസ് റോയ്സ് ഒക്കെ അല്ലേ ഭയങ്കര പിന്നെ എന്താ യുണീക്ക് ആണ് അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സോ അതാണ് പോർട്ടറിന്റെ പിന്നെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിന്റെ കോമ്പണൻസ് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത്. കോസ്റ്റ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ്. ഇപ്പം ഈ കോസ്റ്റ് ലീഡർഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള റിസ്കുകൾ ഉണ്ടാവൂലേ. സോ അത് ഒഴിവാക്കാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്താണ് കോസ്റ്റ് ലീഡർഷിപ്പ് അത്രയും അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യോ? ഒരു മിനിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് okay which of the following types of entrepreneurs are based on personality traits? 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ആൻസർ എന്നൊന്ന് പറയും. ഫ്രാഞ്ചൈസസ്, ദ റിയൽ മാനേജർ, ദ അച്ചീവർ, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, ഓണർ കം മാനേജർ. Only one answer? ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഇതിൽ നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന ഫാക്ടേഴ്സ് ഒബ്വിയസ്ലി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഓൺട്രപ്രണേഴ്സ്, ഇതിലുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ്. ഓക്കെ, അതായത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈല് വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ ഫ്രാഞ്ചൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് മോഡലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഓക്കെ, ദ റിയൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവരുടെ മാനേജ്മെന്റ് സ്കില്ല്, ഇവരുടെ കമ്മ്യൂണിക്കേഷന്, അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് അവർ റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിരിക്കും എന്നുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദ അച്ചീവർ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു കൈൻഡ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവർ ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആണ്, അല്ലെങ്കിൽ അവർ അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിന്റെ ബേസിസിലാണ് ഈ ഒരു പിന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ കൺഫ്യൂഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഡി ആൻഡ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് അതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ല, അതൊരു ഇൻഡസ്ട്രീനാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ മെൻഷൻ ചെയ്യാണ്, അതല്ലാതെ അവിടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് വരുന്നില്ല. എഗെയിൻ ഓണർ കം മാനേജർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ എന്താണ് രണ്ടും കൂടി വരുന്നുണ്ട്. ആ ഒരു ഓൺട്രപ്രണർ എന്നുള്ളതും മാനേജർ എന്നുള്ളതും പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റിന്റെ ബേസിസിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ക്ലാസിഫിക്കേഷന് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എഗെയിൻ നമുക്ക് ഓൺട്രപ്രണറും മാനേജറും വരുന്ന സമയത്ത് അല്ലെ ഓണറും ആൻഡ് മാനേജറും വരുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ് നോക്കുക, പേഴ്സണാലിറ്റി ട്രെയ്ഡ്, ഇവരുടെ വർക്കിംഗ് സ്റ്റൈല് വെച്ചിട്ട് പറയുന്ന സമയത്ത് എന്താണ് അതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. ഓക്കെ മാം, ഈ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ വരില്ല? ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും കൂടിയിട്ട് ഇതിവിടെ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കീവേഡ് നോക്കുക. ആർ ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്നാണ് പറയുന്നത്.
ഓക്കെ. ഓക്കെ ഓക്കെ. പേഴ്സണാലിറ്റി ട്രേറ്റ്സിന്റെ ബേസിസിലാണ് ഒരു ചോദിക്കുന്നത്. ഇപ്പം ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ബേസ്ഡ് ഓൺ അങ്ങനെ പറയുമല്ലോ, ലൈക്ക് ടൈപ്പ് ഓഫ് ബിസിനസ്, അങ്ങനെ ഡിവിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഡിവിഷൻ്റെത് ആക്ച്വലി വിട്ട് ബേസ്ഡ് ഓൺ, അങ്ങനെ ബേസ്ഡ് ഓൺ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. എന്തൊക്കെ പേഴ്സണാലിറ്റി, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഗോൾ ഓറിയന്റഡ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ഒരു ലീഡർഷിപ്പ് സ്കില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രേറ്റിന്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഡിവൈഡ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ്, AI ഏജന്റിന്റെ ഡിസൈനിങ്ങിൽ എന്താണ് പീസ് സ്റ്റാൻഡ്സ് ഫോർ? ഇതൊന്ന് ആൻസർ ചെയ്യട്ടോ. Okay, only two answers, A and B. Okay. ആൻസർ നോക്കിയാലോ? ഇറ്റ്സ് ഓപ്ഷൻ എ. സോ ഇത് ജസ്റ്റ് ഒരു ടാബിളായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ പെർഫോമൻസ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഏജന്റ് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് എന്ത്? പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത്. ഏജന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന AI യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ റോബോട്ട്സ്, ഓക്കെ, അതാണ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എന്താണ് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന്റെ ബേസിസിലായിരിക്കും. ഇതിപ്പം ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പിന്നെ കാറിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ സ്പീഡ്, ട്രാഫിക് റൂൾസ് എത്രത്തോളം ഒബേ ചെയ്യുന്നുണ്ട്, പാസഞ്ചർ, അതിൽ ഇരിക്കുന്ന പാസഞ്ചർ കംഫർട്ടബിൾ ആണോ, ഇതിന്റെ ബേസിസിൽ എന്താ ആയിരിക്കും പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഏജന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു എൻവിറോൺമെന്റ്, ഈ ഒരു എൻവിറോൺമെന്റിലായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക? വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം കാറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റോഡ്സ്, ട്രാഫിക് ലൈറ്റ്സ്, അതർ കാർസ്, പിന്നെ പെഡസ്ട്രിയൻസ്, വെതർ കണ്ടീഷൻസ്, അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ എൻവിറോൺമെന്റിനെ, എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൻവിറോൺമെന്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പം ഒരു പിന്നെ വാക്വം ക്ലീനർ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്ലോർ, ഫർണിച്ചേഴ്സ്, റൂംസ്. ഇപ്പം നമ്മളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണ്? അതിന്റെ എൻവിറോൺമെന്റ് ആണ്. ഓക്കെ. ആക്ടേറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഈ ഒരു പിന്നെ ഏജന്റ് ആക്ട് ചെയ്യുന്ന എൻവിറോൺമെന്റിലുള്ള ഒരു മെക്കാനിസം, അതായത് ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, ലൈക്ക് ഏത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ടേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം കാറ് ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പം എന്താണ്? പിന്നെ സ്റ്റിയറിങ്, അതുപോലെ തന്നെ പിന്നെ ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണൊക്കെ എന്താണ്? ഇതിന്റെ ആക്ടേറ്റേഴ്സ് ആണ്. ഇതിന്റെ ഈ ഒരു ഏജന്റ് ആക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? മെക്കാനിസംസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സെൻസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ആ ഏജന്റിന്റെ എൻവിറോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ക്യാപ്ചർ ചെയ്യുന്ന ഡിവൈസിന്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സെൻസേഴ്സ് എന്ന് പറയാൻ പറ്റും. ക്യാമറ, റഡാർ, അതുപോലെ GPS, സ്പീഡ് മോട്ടോർ,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അൾട്രാസോണിക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഓക്കെ, എൻവിറോൺമെന്റിൽ എന്താണ്, എന്ത് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ്, കണ്ടീഷൻസ്, ഈവൻ അതർ ഏജന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വരും കേട്ടോ. ജസ്റ്റ് ഇതൊന്നൊന്ന് ഓടിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following 5 steps of resource-based approach to strategy analysis proposed by Grant. 5 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടൊന്ന് ചെയ്യട്ടോ. ഞാൻ കുറച്ചൊരു സമയം തരാം. കാരണം ഞാനിങ്ങനെ ഓപ്ഷൻസ് വായിച്ചതുകൊണ്ട് കാര്യമില്ലാന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തോട്ടോ. ഓക്കെ, 2 ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് ഓപ്ഷൻ ഡി ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതിൽ ഗ്രാൻഡ് പറയുന്നത് റിസോഴ്സ് ബേസ്ഡ് പിന്നെ സ്ട്രാറ്റജി അനാലിസിസിൽ പറയുന്നത് എന്താണ്, ഇന്റേണൽ പിന്നെ റിസോഴ്സസും അല്ലെങ്കിൽ ഇന്റേണൽ കാപ്പബിലിറ്റീസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ കാപ്പബിലിറ്റീസും എന്ത് ചെയ്യാണ് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ എന്നുള്ളതാണ്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് എന്താണ്, ഇതിപ്പം ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ എൻഡിങ്ങോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റൂലേ. നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിങ് ഇതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, കാരണം വേറൊരു സെയിം ഓപ്ഷൻ വരുന്ന ഈ സ്റ്റാർട്ടിങ് വരുന്ന ഒരൊറ്റ ഓപ്ഷൻസ് പോലും ഇല്ല. സോ നിങ്ങൾക്ക് ഈ ആണ് സ്റ്റാർട്ടിങ് കണ്ടെത്തി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും സെഷൻസിൽ പറയാറുണ്ട്, വേറെ ഒന്നിനും വെയിറ്റ് ചെയ്യരുത്, ബാക്കിയുള്ളതൊക്കെ മാച്ച് ചെയ്യിക്കാൻ നോക്കരുത്, നിങ്ങൾ വേഗം ആൻസറിലേക്ക് പോവാന്നുള്ളതാണ്. സോ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഫേംസ് റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. സോ ഇതിലെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ അനാലിസിസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അനാലിസിസും നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ ഇന്റേണൽ അനാലിസിസിലെ നമ്മൾ ഇന്റേണൽ അനാലിസിസ് ഇപ്പം ഇതിൻ്റെ ബേസിസിലാണ് ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ എന്താണ്, നമ്മളുടെ ഫേംസിൽ എത്രത്തോളം ഇന്റേണൽ പിന്നെ അനാലിസിസ് നടത്തുക, നമ്മളുടെ എത്രത്തോളം നമുക്ക് റിസോഴ്സസുകൾ ഉണ്ട്, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പം സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നല്ല ബ്രാൻഡ് ഇമേജ് ഉള്ളതാവാം, അല്ലെങ്കിൽ നമുക്ക്
നല്ല ടെക്നോളജി ഉള്ളതാവാം. വീക്ക്നെസ് എന്ന് പറയുന്ന സമയത്ത് മേ ബി നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അത്രത്തോളം ഫണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ടെക്നോളജി പുവർ ആയിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കും വീക്ക്നെസ്സസിൽ വരാം. അപ്പം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫേമിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം നമ്മളിപ്പം ഒരു ആപ്പിളിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആപ്പിളിന്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ഇമേജ്, അവർക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇനി ഒരു പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും. യെസ്, ഈ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ. അപ്പം ഈ പറഞ്ഞതുപോലെ എന്താണ്, എന്തിനും, യെസ്, ആപ്പിളിന്റെ സ്ട്രെങ്ത് പറയുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് പിന്നെ ഇവരുടെ പിന്നെ ബ്രാൻഡ് ഇമേജ് ആവട്ടെ, ഇവർക്ക് ഇത്രത്തോളം ഫണ്ട് ഉള്ളതാവട്ടെ, ഇതൊക്കെ എന്താണ് ഇവരുടെ സ്ട്രെങ്ത് ആണ്. ഇപ്പം ഈ സ്ട്രെങ്ത് ഒക്കെ എന്താണ് ഒരു സ്പെസിഫിക് കാപ്പബിലിറ്റീസിലേക്കായിട്ട് കമ്പൈൻ ചെയ്യാന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, റിസോഴ്സസ് ഒക്കെ ഇപ്പം ഒരു റിസോഴ്സസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ റിസോഴ്സസുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതൊരു കാപ്പബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആപ്പിളിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു പിന്നെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഒരു കാപ്പബിലിറ്റിയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഒരു ടെക്നോളജി എന്ന് പറയുന്ന സ്ട്രെങ്ത്തും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ. സോ തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, അപ്രൈസ് ദ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദീസ് കാപ്പബിലിറ്റീസ് ഇൻ ടേംസ് ഓഫ് ദെയർ പൊട്ടൻഷ്യൽ ഫോർ സബ്സ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സോ ഈ ഒരു കാപ്പബിലിറ്റീസ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാപ്പബിലിറ്റീസ് എന്താണ്, നമ്മൾ ഒന്നൊന്ന് പിന്നെന്താ പറയാ, പിന്നെ എന്താ പറയാ, അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് ആ ഒരു വേർഡ് മീനിങ് എനിക്ക് പറയാൻ കഴിയുന്നില്ല, ബട്ട് നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് എഡ്ജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇപ്പം ലൈക്ക് വ്രിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ മീൻ സെഷൻസിൽ, പിന്നെ ലൈക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വ്രിയോന്റെ കേസിൽ നമുക്കൊരു വാല്യബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇൻഎമിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ ഒരു സസ്റ്റൈനബിൾ കോമ്പറ്റീവ്, മറ്റുള്ളവർക്കൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കുറേ കാലം ഈ ഒരു പിന്നെ മാർക്കറ്റിൽ ലീഡറായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ആപ്പിളിന്റെ കേസസിലാണെന്നുണ്ടെങ്കിലും, ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും, അവരുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്റഗ്രേഷൻ എക്കോ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും, എന്താണ് അത് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ, അത് അവരുടെ ഒരു വ്രിയോ കൺസെപ്റ്റിൽ അത് ഇൻക്ലൂഡായി വരുന്നത് കൊണ്ടാണ്. സോ ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, ഇതിനെ നമുക്ക് ഈ ഒരു ഫേമിന്റെ കാപ്പബിലിറ്റീസ് ഒക്കെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റീസിന്റെ കേസ് പറയുമ്പം എന്താണ്, എവിടാണ് നമുക്ക് പുതിയ പ്രൊഡക്റ്റിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈൻ എക്സ്റ്റൻഷൻ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അത് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പം ഐഫോൺ 17 വന്നത് ഇതിന്റെ പാർട്ടായിട്ടുണ്ടല്ലേ, അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ റിസോഴ്സ് ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് ഇനി എഗെയിൻ നമ്മൾ കൂടുതൽ മാർക്കറ്റ് സ്റ്റഡികളൊക്കെ നടത്തിയിട്ട് ഇനി എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു റിസോഴ്സ് ഗ്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജസ് വളരെ സിമ്പിൾ ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന് ബയർ ഡിസിഷൻ മേക്കിംഗിന്റെ സ്റ്റെപ്സ് ആണ്. അഗെയിൻ ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ ചെയ്യാം.
അഗെയിൻ ഒരൊറ്റ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ ആൻസർ കിട്ടി. ഓക്കെ, ഇതാരെങ്കിലും തെറ്റിച്ചാൽ യെസ്. ഓക്കെ, ആർക്കും അല്ലേ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്റ്റുഡൻറ് ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, സി ആണ്, അല്ല സോറി, ഓപ്ഷൻ ബി ആണ്. സി, നീഡ് റെക്കഗ്നിഷൻ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മളൊരു നീഡ് റെക്കഗ്നൈസ് ചെയ്യുന്നു. നീഡ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ വേണം. ഒരു നീഡ്, അല്ലെങ്കിൽ നമ്മളെ ഫോൺ ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളൊരു സംഭവം, ഒരു ഫോൺ വേണം എന്നുള്ളൊരു നീഡ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഏതാണ്, ഐഫോൺ ആണോ, സാംസങ് ആണോ, ഓപ്പോ ആണോ, പിന്നെ ഏതാണുള്ളത്, വിവോ ആണോ എന്ന് ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സിലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യില്ല, ഏതിലാണ് പിന്നെ സ്റ്റോറേജ് കൂടുതലുള്ളത്, ഇത്ര പൈസക്ക് കൊടുത്ത് ഇത്ര സ്റ്റോറേജ്, അങ്ങനെ ക്യാമറ, പലരും പല രീതിയിലായിരിക്കില്ല അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ബാറ്ററി എത്രത്തോളം നിൽക്കുന്നുണ്ട്, നമ്മളുടെ യൂസ്ഫുൾനെസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യും, പേർച്ചേസ് ഡിസിഷൻ എടുക്കും. പിന്നെ പോസ്റ്റ് പർച്ചേസ് ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. അതെ. അപ്പം വേറെ പറയാനൊന്നുമില്ല. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യന് മുമ്പ് ഏതോ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നല്ല, 2025 ജൂണിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ ചെയ്യാം. അഗെയിൻ അവരൊരു പുതിയൊരു വേർഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതില്, റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ ആക്ച്വലി എക്സാം കഴിഞ്ഞ സമയത്ത് കുറെ ആലോചിച്ച് ഇവർ ഡിസിഷൻ മേക്കിങ്ങിന് സ്റ്റെപ്സ് ആണ്. പിന്നെ നോക്കുമ്പോഴാണ് മാർക്കറ്റിങ്ങിലും വരുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ്. ഐ മീൻ വേറെ ഇതിലെ BM-ലും വരുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ്. അതിൽ നിന്ന് എടുത്തതാവും എന്നുള്ളത് വിചാരിച്ചു. സോ അഗെയിൻ വേഗം. ഇതിനൊന്നും അധികം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഓപ്ഷൻ എ, ഫസ്റ്റ് ഡിഫൈൻ പ്രോബ്ലം, ദെൻ നമ്മൾ ഡിസിഷൻ ക്രൈറ്റീരിയ എന്താണ്. ഇപ്പം പ്രോബ്ലം ലൈക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ പ്രോബ്ലം എന്താണ്, നമ്മളുടെ സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ നമ്മളുടെ സെയിൽസ് ഒരു 20% കുറഞ്ഞു എന്നുള്ളത് നമ്മളൊരു പ്രോബ്ലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അതിൻ്റെ ഒരു ഡിസിഷൻ ക്രൈറ്റീരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു സെയിൽസ് കൂടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പം ചിലപ്പോൾ എന്താണ്, നമ്മളുടെ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കും, അത് എത്രത്തോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ ബേസിസിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ടൈം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ഈ ഒരു പിന്നെ ഡിസിഷൻ എടുക്കുന്നതിലൂടെ എന്നുള്ളതിൻ്റെ ബേസിസിൽ. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളാണ് എന്നുള്ളത്, അതാണ് നമ്മളുടെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്രൈറ്റീരിയക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓരോ വെയ്റ്റ്സ് കൊടുക്കും. ഓക്കെ, വെയ്റ്റ്സ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ലൈക്ക് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം കോസ്റ്റ് ഫോർ പിന്നെ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി മാർക്കറ്റിങ്ങിലേക്ക് കോസ്റ്റ് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് വെയിറ്റേജ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 40% ആണ് നമ്മൾ അതിന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങിന് നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കും. അതായത് ഇപ്പം നമ്മൾ ടൈം എത്രത്തോളം ആവശ്യമായിട്ടുണ്ട്, എത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു 30% സെക്കൻഡ് വെയിറ്റ് കൊടുക്കും. പിന്നെന്ത് ചെയ്യും, ഈ ഓരോ ആൾട്ടർനേറ്റീവും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ഓരോ ആൾട്ടർനേറ്റീവും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ പിന്നെ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗിൽ ഇപ്പം നമുക്കിപ്പം സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റൂലേ. അതായത് ഇപ്പം ഒന്നെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഓഫേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ കോംബോ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ ഈ ഒരു പിന്നെ ഓക്കെ decision criteria, then allocate weights to, then ഓക്കെ ഞാൻ പറഞ്ഞ ശരിയാണ്. ഓക്കെ, ഡെവലപ്പ് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ
അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതും ക്ലിയർ അല്ലേ? നോട്ട് മച്ച് കോംപ്ലിക്കേറ്റഡ്. സോ അഗെയിൻ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾസ് ഓഫ് current liabilities. ആരും ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കാണിച്ചു പോയി. കറണ്ട് ലാബിലിറ്റീസ് ഏതൊക്കെയാണ്? ഷോർട്ട് ടേം ബോറോയിങ്സും അതുപോലെ തന്നെ ബിൽസ് പേയബിളും. ഓക്കെ, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ നമ്മളുടെ ന്യൂ ബാച്ചിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയാണ്. JRF പ്രീമിയർ പ്ലസ് എന്നാണ് ബാച്ചിന്റെ പേര്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ഫീച്ചേഴ്സ്, ഐഫറിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മളുടെ പിന്നെ JRF ക്ലബ്ബ് തുടങ്ങിയിട്ട് ആക്ടിവിറ്റി ഗ്രൂപ്പ്, ക്ലിയർ സ്പോട്ട് എന്ന് പറയുമ്പം നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. 2 hours ഉള്ളിൽ മെൻറ്റേഴ്സ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. ഈ ക്ലിയർ സ്പോട്ട് എല്ലാ ഫെസിലിറ്റീസും, ഇപ്പം റെക്കോർഡിങ്സ് ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ലൈവ് സെഷൻസും എല്ലാം നിങ്ങൾക്ക് ഡിസംബർ 20 സോറി ജൂൺ 2026 വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ മാത്രമല്ല, ഈ ഒരു ടേമിലേക്ക് മാത്രമല്ല, എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂൺ 2026 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫീച്ചേഴ്സിൽ പറയുന്ന സമയത്ത് സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ JRF ക്ലബ്ബ് പേപ്പർ 1ലും പേപ്പർ 2വിലും 40 hours ആൻഡ് പ്ലസിൽ എന്ത് ചെയ്യാനുണ്ടാവും, JRF ക്ലബ്ബ് ഉണ്ടാവും. ഇതുപോലത്തെ സെഷൻസ് ഉണ്ടാവും. പിന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്, ഫോക്കസ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്പാണ് നമുക്കുള്ളത്. ഒരുപാട് PYQs ചെയ്യാനും അത് ത്രൂ നമ്മളുടെ പെർഫോമൻസ് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് തന്നെ അനലൈസ് ചെയ്യാനും, ഇപ്പം എത്ര ടോട്ടൽ ടെസ്റ്റുകളിൽ നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് തൊട്ടിട്ട്, പിന്നെ നിങ്ങൾ കോഴ്സിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു, എത്ര റോങ് ആൻസേഴ്സ് നിങ്ങൾക്ക് വന്നു, എത്ര റൈറ്റ് ആൻസേഴ്സ് വന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പ് ത്രൂ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ JRF പ്രീമിയർ പ്ലസിൽ ജോയിൻ ചെയ്യുക. ഇപ്പം ക്ലബ്ബൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഈ ഒരു പ്രാവശ്യം തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്താൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ടാവും. സോ മാക്സിമം ഗ്രാബ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ സെഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഫൈൻ. എവരിവൺ, ഗുഡ് നൈറ്റ്. ഓക്കെ, 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 എവരിവൺ, ബൈ.